പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നീതി തേടി വീണ്ടും ഹർഷിനയുടെ സമരം. കോഴിക്കോട് കിഡ്സൺ കോർണറിലാണ് സത്യഗ്രഹ സമരം. കേസ് അട്ടിമറിക്കാനാണ് സർക്കാർ നീക്കം എന്നാരോപിച്ചാണ് ഹർഷിനയുടെ പ്രതിഷേധം. 7-8 വർഷത്തോളമായി ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2.5 വർഷത്തോളമായി കത്രിക പുറത്തെടുത്തിട്ട് ആരോഗ്യമന്ത്രി അടക്കമുള്ളവരടുത്ത് വന്ന് 15 ദിവസത്തിനുള്ളിൽ നീതി ഉറപ്പാക്കുമെന്ന് ദിവസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, 2-3 വർഷത്തോളമായി. ഇതുവരെ സർക്കാർ എപ്പോഴും ഹർഷിനൻ്റെ കൂടെ ഉണ്ടെന്ന് വാക്കുകളിൽ പറയാന്നല്ലാണ്ട് ഇതുവരെ നീതിയുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല. അവസാന പ്രതീക്ഷ എന്നുള്ളത് കോടതിയിലായിരുന്നു. ആ കോടതിയിൽ പോലും സർക്കാർ കൂടെ ഉണ്ടെന്ന് പറയാന്നല്ലാതെ ഈ പ്രതികളായിരിക്കുന്ന ഡോക്ടേഴ്സ് ഹൈക്കോടതിയിൽ പോയി ഹർജി കൊടുത്തതിൻ്റെ പേരിൽ അവിടെ നമുക്ക് വേണ്ടി വാദിക്കേണ്ടിയിരുന്ന ഗവൺമെൻറ് പ്രോസിക്യൂഷൻ മൗനമായിരുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ സ്റ്റേ ആയി നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ദുരിതം അനുഭവിച്ച ഒരാൾക്ക് നീതി ഇല്ലെങ്കിൽ പിന്നെ ആര് നീതി നൽകുന്നുള്ളതാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളും. അഭിജിത്ത്, ആ കേസിൽ ഏതെങ്കിലും നീതിയുടെ പുലർച്ചെ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഹർഷിനയുടെ നിരന്തര സമരം കൊണ്ട് ഹർഷിനെ പിടിച്ചു വാങ്ങിയതാണ്. അതൊക്കെയും നമ്മളാണ് ആദ്യം പുറം ലോകത്തെ ആ വാർത്ത അറിയിക്കുന്നത്. അതിനുശേഷം സമരത്തിന്റെ നീണ്ട വർഷങ്ങളായിരുന്നു. ഇപ്പോഴും നഷ്ടപരിഹാര കാര്യത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഉറപ്പ് ഹർഷിനെ കിട്ടുന്നുമില്ല. എന്താണ് ഇപ്പോൾ സമരത്തിലേക്ക് ഇറങ്ങാനുള്ള ഹർഷിനയുടെ കാരണങ്ങൾ, അഭിജിത്ത്? ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിരന്തരമായ സമര പോരാട്ടങ്ങൾക്കൊടുവിലാണ് ആദ്യഘട്ടത്തിൽ ഈ ഹർഷിനയുടെ വയറ്റിൽ ശസ്ത്രക്രിയക്കിടെ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് പ്രതി ചേർത്തത്. അതിൽ 2 ഡോക്ടേഴ്സും 2 നഴ്സസുമായിരുന്നു. 106 ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്ത് മഴയും വെയിലുമേറ്റ് ഹർഷിന സമരം ചെയ്തത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇതിന്റെ കുറ്റപത്രം നൽകി പിന്നാലെ കുന്നമംഗലം കോടതിയിൽ ഇതിന്റെ വിചാരണ തുടങ്ങാനിരിക്കെ ഹൈക്കോടതിയിൽ നിന്ന് പ്രതികൾ സ്റ്റേ വാങ്ങിച്ചു. ഈ ഘട്ടത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് ഹർഷിനെ ആരോപിക്കുന്നത്. സർക്കാർ തന്റെ ഒപ്പമല്ല, പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ തനിക്ക് നൽകുന്നുണ്ട്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പലതവണ ഹർഷിനയുടെ ഒപ്പമാണ് എന്ന് ആവർത്തിച്ചു പറയുന്നു. പക്ഷേ കോടതിയിൽ ഉൾപ്പെടെ അക്കാര്യമല്ല തനിക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്ന കാര്യം ഉന്നയിച്ചു തന്നെയാണ് ഇപ്പോൾ ഹർഷിന വീണ്ടും സമരമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് മിഠായി തെരുവിന് സമീപത്തുള്ള കിഡ്സൺ കോർണറിൽ വൈകിട്ട് 5 മണി വരെയാണ് ഹർഷിനയുടെ സമരം. കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നഷ്ടപരിഹാരത്തിൽ ഉൾപ്പെടെ കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ഹർഷിനെ ആവശ്യപ്പെടുന്നത്. അതിലൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ താൻ സമരവുമായി മുന്നോട്ട് പോകുമെന്നും ഹർഷിന പ്രഖ്യാപിക്കുന്നു. ഹാഷ്മി.